ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ മെയിൻലി ഗ്രൂപ്പ് ബീനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഗ്രൂപ്പ് എ വീഡിയോയിൽ എനിക്ക് മനസ്സിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അധികം ആൾക്കാരിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ പീപ്പിൾ ഡോണ്ട് പ്രിഫർ എന്ന് എനിക്ക് തോന്നി. അപ്പം പെട്ടെന്ന് ഒരു എല്ലാ ഗ്രൂപ്പ്സിൻ്റെ ഒന്ന് പെട്ടെന്ന് പറയാൻ വേണ്ടി വീഡിയോ ചെറുതാക്കാനാണ് എൻ്റെ പ്ലാൻ. സോ ആദ്യം തന്നെ സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ പറഞ്ഞ പോലെ സ്വിസ് ആൻഡ് കോ ആണ്. ഐ ഡോണ്ട് ഈവൻ സീ എനി അതർ ചാൻസ് ഓഫ്, അതായത് വേറെ ഏതെങ്കിലും ടീം ഇത് ടോപ്പ് ചെയ്യുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്ക്കുക. സ്വിറ്റ്സർലൻഡ് തന്നെയാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും ശക്തരായിട്ട് ടീം. ഐ ഹോപ്പ് ദാറ്റ് ദേ വിൽ ഗ്രൂപ്പ് ഇറ്റ്. അവരുടെ ഇതിലേക്കുള്ള എൻട്രി തന്നെ ഒരു കളിയും തോക്കാതെ വേൾഡ് ക്വാളിഫയേഴ്സിൽ അൺബീറ്റൺ ആയിട്ടാണ് മുമ്പോട്ട് വരുന്നത്. സ്വിറ്റ്സർലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ടീമാണ്. ഇപ്പോൾ വേൾഡ് നമ്പർ 19 കണ്ടാണ്. ഭയങ്കര കൺസിസ്റ്റൻ്റ്ലി വേൾഡ് കപ്പിൽ എപ്പോഴും പ്രീ ക്വാർട്ടേഴ്സിൽ സാന്നിധ്യമാവുന്ന ടീമാണ്. അതുപോലെ തന്നെ ഭയങ്കര രീതിയിൽ അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഷെർദാൻ ഷക്കീരി, യാൻ സോമർ എന്നിവരില്ലാതെ അവരുടെ ഒരു യുഗം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അവരിപ്പോൾ ഇത്തവണത്തെ ഇതിലില്ല. അപ്പോൾ ഇത്തവണ മുറാട്ട് യാക്കിൻ തന്നെയാണ് അവരുടെ മാനേജർ. ഹി ഹാസ് ബീൻ ഡൂയിങ് അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ഇൻ സ്വിസ് കോച്ച്. അപ്പം ഗ്രാനിറ്റ് ജാക്കയാണ് അവരുടെ ക്യാപ്റ്റൻ. ജാക്കിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. സണ്ടർലാൻഡിലൊക്കെ പുള്ളിയെ പോയപ്പോൾ എല്ലാവരും മീം മെറ്റീരിയലായിട്ട് കളിയാക്കി അവസാനം പുള്ളി ലീഡ് ചെയ്ത് സണ്ടർലാൻഡ് സൈഡ് യൂറോപ്പ ലീഗ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ജസ്റ്റ് പ്രൊമോട്ട് ചെയ്ത് വന്ന സൈഡാണ് ആലോചിക്കുക. അപ്പം ഒരു ഗ്രേറ്റ് ലീഡറാണ് ചക്ക. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, അതർ ലീഡേഴ്സ് ചുറ്റുമുള്ള ഒരു ടീമാണ്. ഇപ്പം ഗ്രഗർ കോബലായിരിക്കും സോമറിൻ്റെ സാന്നിധ്യത്തിൽ ഡോട്ട്മുണ്ടിൻ്റെ ഗോൾ കീപ്പറായിട്ട് കോബലാണ് ഇത്തവണ ഗോൾ കീപ്പറായിട്ട് വരാൻ പോകുന്നത്. അത് മാത്രമല്ല റിക്കാർഡോ റോഡ്രിഗസ്, വൺ ഓഫ് ദ ഓൾ ടൈം സെറ്റ് പീസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക്, അയാൾ ഇത്തവണ കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഭയങ്കര കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ലൈക്ക് ഡെന്നിസ് സക്രിയ, എന്താ പറയുക, വർഗാസ്, ബ്രീലെംബോളോ, ഇവരൊക്കെ അത്യാവശ്യം നല്ല കളിക്കാർ. എൻ്റെ ഒരു ഇതിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ റെമോ ഫ്രൂളർ എന്ന് പറയുന്ന പ്ലെയറുണ്ട്. സ്വിറ്റ്സർലൻഡ് റെമോ ഫ്രൂളർ അടിപൊളിയാണ്. സോ അദ്ദേഹം ഇത്തവണ ഉണ്ട്. ഈ ഫ്രൂളർ, ചാക്ക, പിവറ്റ് ഭയങ്കര രീതിയിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും മുമ്പോട്ട് പോകുന്നതോറും. പിന്നെ മാനുവൽ അക്കാഞ്ചി, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു നല്ലൊരു ബാലൻസ്ഡ് ടീം തന്നെയാണ് സ്വിറ്റ്സർലൻഡ്. കഴിഞ്ഞ യൂറോയിലെ ക്യാമ്പയിൻ നോക്കിയാലും അവർ ഇംഗ്ലണ്ടിലൂടെ ക്വാർട്ടർ ഫൈനലാണ് പുറത്താണ്. ഇംഗ്ലണ്ട് ഫൈനൽ വരെ എത്തുകയും ചെയ്തു. ഇംഗ്ലണ്ടിലൂടെ ക്വാർട്ടർ ഫൈനൽ പെനാൽറ്റി ഷോട്ടുകളിലാണ് പുറത്താകുന്നത്. ഒരു അബ്സല്യൂട്ട്ലി ഗുഡ് റണ്ണായിരുന്നു സ്വിറ്റ്സർലൻഡിനെ സംബന്ധിച്ചിടത്തോളം യൂറോയിലുണ്ടായത്. സോ ഐ പ്രഡിക്റ്റ് ദാറ്റ് സ്വിറ്റ്സർലൻഡ് വിൽ ടോപ്പ് ദിസ് ഗ്രൂപ്പ്. എൻ്റെ ഒരു ബ്ലൈൻഡ് പ്രഡിക്ഷനായിട്ട് തന്നെ കൂട്ടിക്കോ. അവിടുന്ന് പിന്നെ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 3 ആതിഥേയന്മാരിൽ, അതായത് മെക്സിക്കോ, USA, കാനഡയിൽ 3 ആതിഥേയന്മാരിൽ ഏറ്റവും വീക്കായിട്ട് എനിക്ക് തോന്നുന്ന ടീമാണ് കാനഡ. എന്ന് പറയുന്നത് റീസെൻ്റ്ലി ഭയങ്കര രീതിയിലൊരു പ്രോഗ്രസ് കാണിക്കുന്ന ഒരു നേഷനാണ്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. പക്ഷേ US, മെക്സിക്കോ ലെവൽസിൽ എത്തിയോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലയെന്ന് തന്നെ ഞാൻ പറയും. 2024 കോപ്പ അമേരിക്ക സെമി ഫൈനലിൽ എത്തിയാണ് അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് തോറ്റതും അർജൻറ്റീനയുടെ കൂടെയാണ്. പിന്നെ ഇവരുടെ കോച്ച് എന്ന് പറയുന്നത് ജെസ്സെ മാർഷാണ്. ജെസ്സെ മാർഷ് ഭയങ്കര രീതിയിൽ ക്ലബ് ഫുട്ബോളിലൊക്കെ ഉണ്ടായിരുന്ന, ഇപ്പോൾ RB ലൈപ്സിഗ്, RB സാൽസ്ബർഗ്, അതുപോലെ തന്നെ ലീഡ്സിലൊക്കെ ബിയൽസേനെ സക്സീഡ് ചെയ്ത ഒരാളാണ്. അധികം അത്ര കത്തിയില്ലെങ്കിലും ഹീസ് നോൺ ഫോർ ഹിസ് അഗ്രസീവ് കൗണ്ടർ പ്രസിംഗ് സ്ട്രാറ്റജി ആൻഡ് ഓൾ. പിന്നെ പക്ഷേ അതിൽ ഇതേ കൗണ്ടർ പ്രസിംഗ് സ്ട്രാറ്റജിയിൽ കളിക്കുമ്പോഴത്തേക്കും ഇത് അവരുടെ മെയിൻ പ്ലെയറായ അൽഫോൺസോ ഡേവിസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലെയറാണ്. ഒരുപാട് ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലെയേഴ്സ് കാനഡയിൽ ഉള്ളതെന്നുള്ളതും കാനഡയ്ക്ക് ഒരു തലവേദനയാണ്. പിന്നെ ബാക്കിയുള്ള മെയിൻ പ്ലേയേഴ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവൻറ്റസിൻ്റെ ജോനാഥൻ ഡേവിഡ് ഒരു സ്ട്രൈക്കറാണ്. ഹീസ് നോട്ട് എ ബാഡ് കോൾ അറ്റ് ഓൾ. അതുപോലെ തന്നെ ബുഷനൻ, നമ്മുടെ എനിക്ക് തോന്നുന്നു VRL കളിക്കുന്ന ബുഷനൻ കാനഡിയൻ ഇൻ്റർനാഷണലാണ്. സോ അതൊക്കെയാണ് കാനഡയെ പറ്റി പറയുള്ളത്. കാനഡ സീംസ് ടു ബി, വേണമെങ്കിൽ ഈ ഗ്രൂപ്പിൽ മേ ബി ഒരു സെക്കൻഡോ തേർഡോ പിടിച്ച് അടുത്ത റൗണ്ടിൽ പോകാൻ പറ്റുന്ന ഒരു ടീമായിരിക്കും. ബിക്കോസ് അത് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഈസ് ദ തേർഡ് ടീം, ദാറ്റ് ഈസ് ഖത്തർ എന്ന് പറയുന്നത് വേൾഡ് കപ്പിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം രീതിയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പുറത്തായ ഒരു ഹോസ്റ്റ് എന്നുള്ളൊരു ഇൻഫേമസ് ടാഗ് ഇപ്പം ഖത്തറിൻ്റെ മേലാണ്. ആക്ച്വലി ഖത്തറിന് ഒരുപാട് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങളൊക്കെ കാരണം അവർക്ക് ഫ്രണ്ട്ലീസൊക്കെ കളിക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അവരുടെ കോച്ചെന്ന് പറയുന്നത് വലിയൊരു ഹൈ പ്രൊഫൈൽ കോച്ചാണ്. ജൂലിയൻ ലോപ്പറ്റുഗിയാണ്. അതായത് പുള്ളി സ്പെയിനിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയൊക്കെ കോച്ചായിരുന്നു. പക്ഷേ ഹീ ഈസ് ലെഫ്റ്റ് വിത്ത് നോട്ട് ദാറ്റ് മച്ച് സ്റ്റാർ സ്റ്റഡഡ് ടീമെന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തവണ അവരെ നയിക്കുന്നത് ഹസൻ അൽ ഹൈദോസ് ആണ്. അതാണ് അവരുടെ ക്യാപ്റ്റൻ. പക്ഷേ അക്രം അഫീഫ് തന്നെ ആയിരിക്കും അവരുടെ താലിസ്മാനിക് ഫിഗർ മുമ്പോട്ട് പോകുന്തോറും. അവർ 2024 ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ഒക്കെ ആണെങ്കിൽ പോലും അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയിങ് എന്ന് പറയുന്നത് ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത്ര അടിപൊളിയായിരുന്നില്ല. അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ 4th ഫിനിഷ് ചെയ്തത്. ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, UAEയുടെയും താഴെ ഫിനിഷ് ചെയ്ത് 4th റൗണ്ട് വഴി അടുത്ത ഗ്രൂപ്പിൽ UAEനെ ടോപ്പ് ചെയ്താണ് ഇവർ ഇതിലോട്ട് വന്നതിന്. സോ അവരുടെ വരവും അത്ര സ്റ്റൈലിഷ് ആയിട്ടല്ല, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും സ്റ്റൈലിഷ് ഒന്നുമല്ല. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഖത്തർ വിൽ ബി അഗെയിൻ ഗോയിങ് ബാക്ക് ഫ്രം US വിത്തൗട്ട് എനി പോയിൻറ്റ്സ്. ഫ്രം ദെയർ വിൽ മൂവ് ടു അവർ 4th, വിച്ച് ഈസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന. ഈ പേര് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം എപ്പോഴും ഓർമ്മ വരുന്നത് ഈസ് എഡിൻ ജക്കോ ആൻഡ് പ്യാനിച്ച്. ഇവരെ രണ്ടുപേരെ പേര് എപ്പോഴും ഞാൻ ഓർക്കും. ഇത്തവണ പ്യാനിഷ് ഒന്നുമില്ല എന്തായാലും. പക്ഷേ എഡിൻ ജക്കോ 41 ഇയേഴ്സ് വെറ്ററൻ. ഇപ്പം റൊണാൾഡോനെ റെസ്പെക്ട് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ പുള്ളിയെ റെസ്പെക്ട് ചെയ്യണം. ഹി സ്റ്റിൽ ദെയർ. ഹീസ് ഇൻഫാക്ട് അവർ ക്വാളിഫയേഴ്സൊക്കെ കളിക്കുമ്പോൾ പോലും അവരുടെ ഗോൾസൊക്കെ അടിക്കുന്നതിലും വലിയൊരു പങ്ക് വഹിച്ച മനുഷ്യനാണ്. ബോസ്നിയ ഹെർസഗോവിനയുടെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര
എന്താ പറയുക എളുപ്പത്തിലുള്ള ഒരു വരവെന്നല്ലായിരുന്നു. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈൻസ് ഉണ്ടാക്കിയത്. ആബ്സല്യൂട്ട്ലി ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഓസ്ട്രിയൻ ടീമിനായിരുന്നു അവർക്ക് ഗ്രൂപ്പിൽ കിട്ടിയിരുന്നത്. ആ ഗ്രൂപ്പ് ടോപ്പ് ചെയ്തത് ഓസ്ട്രിയനാണ്. പക്ഷേ അവർക്ക് ക്വാളിഫയേഴ്സ് കളിക്കേണ്ടി വന്നു. ഒരു സെക്കൻഡ് ഫിനിഷ് ചെയ്ത് ക്വാളിഫയേഴ്സ് കളിച്ചത് ഒന്ന് വെയിൽസിൻ്റെ കൂടെയാണ്. വെയിൽസിൻ്റെ കൂടെ ഒരു നല്ലൊരു വിജയം, അതും പെനാൽറ്റി ഷൂട്ടൗട്ട് തന്നെയായിരുന്നു എൻ്റെ ഓർമ്മ. പക്ഷേ അതിൻ്റെ ശേഷം അവർക്ക് കളിക്കാൻ വന്നിരുന്നത് ജയൻറ്റ് ഇറ്റലിയാണ്. കഴിഞ്ഞ 2 തവണ ക്വാളിഫൈ ആയിരുന്ന ഇറ്റലി ഇത്തവണ എന്തായാലും ക്വാളിഫൈ ചെയ്യുക രീതിയിൽ എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തപ്പോഴത്തേക്കും ബെസ്റ്റോണി ആദ്യം അവർ ഇറ്റലി ലീഡ് കൊടുത്താണ് മോയിസ്കീനിലൂടെ. അത് ബെസ്റ്റോണിക്ക് ഉണ്ടായ ഒരു അബദ്ധം. ബെസ്റ്റോണി ഒരു ലാസ്റ്റ് മാൻ ചലഞ്ച് ചെയ്യുന്നു, റെഡ് കാർഡ് മേടിച്ച് പോകുന്നു. അവിടുന്ന് ബോസ്നിയ ടബക്കോവിച്ചിലൂടെ തിരിച്ച് വരുന്നു, 1-1 അടിക്കുന്നു. അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ജയിച്ച് ഇറ്റലിയെ 3ാമതും വേൾഡ് കപ്പിൻ്റെ സ്റ്റേജിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പം അത്രയും വലിയൊരു ടീമിനെ മറിച്ചിട്ടിട്ടാണ് ബോസ്നിയയുടെ വരവ്. സെർജെ ബാർബറസ് ആണ് അവരുടെ കോച്ച്. ഡോട്ട്മുണ്ട്, ലെവർകൂസനിലൊക്കെ പണ്ട് കോച്ച് വരുന്ന ഒരു കോച്ചാണ്. സോ എന്തായാലും കമൻറ്റബിൾ ആയിട്ടുള്ളൊരു ജോബ് ഇതാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഒബ്വിയസ്ലി ദേ വിൽ ബി ഐയിങ് ഫോർ സംതിങ് ബിഗ്. ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത് ബോസ്നിയ വിൽ ബി ദെയർ. അത് അവരുടെ സെക്കൻഡ് വേൾഡ് കപ്പാണ്. ഐ പ്രഡിക്റ്റ് ദാറ്റ് ബോസ്നിയ വിൽ ബി ദെയർ ഇൻ ദ റൗണ്ട് ഓഫ് 32 എന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ ഗ്രൂപ്പിൽ നിന്ന് ഐ തിങ്ക് ദാറ്റ് ഒരു ബിഗർ പിക്ചർ പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് സ്വിറ്റ്സർലാൻഡ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ടോപ്പ് ദ ഗ്രൂപ്പ്. ഇറ്റ്സ് ബിറ്റ്വീൻ കാനഡ ഓർ ബോസ്നിയ ടു ഷെയർ ദ സെക്കൻഡ് പ്ലേസ്. ആൻഡ് ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് തേർഡ് പ്ലേസ് ഉള്ള ആൾ പോവില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ ഹോപ്പ് ദാറ്റ് ബോസ്നിയ വിൽ മേക്ക് ഇറ്റ് ആൻഡ് സ്വിറ്റ്സർലൻഡ് വിൽ മേക്ക് ഇറ്റ്. ആൻഡ് കാനഡ, ഖത്തർ എന്തായാലും എല്ലാവർക്കും പോയിൻറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഖത്തർ ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് 0 പോയിൻറ്റ് ഫിനിഷ് ചെയ്യുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു 3 പോയിൻറ്റ് മതിയായിരിക്കും, അല്ലെങ്കിൽ 3-4 പോയിൻറ്റ് മതിയായിരിക്കും തേർഡ് പ്ലേസ്ഡ് ബെസ്റ്റ് 8 തേർഡ് പ്ലേസ്ഡ് ടീംസിൽ ഈ 12 ഗ്രൂപ്പിൽ വരാൻ വേണ്ടി. സോ ഐ തിങ്ക് 3 ഓഫ് ദം ആർ ഗോയിങ് ത്രൂ ദ റൗണ്ട് ഓഫ് 32 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ തോട്ട്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്ത നമുക്ക് ഗ്രൂപ്പ് സിയുമായിട്ട് കാണുന്നവരെ ബൈ.